വണ്ടൻമേട് പഞ്ചായത്തിലെ കുപ്പക്കല്ല് പഴയ കൊച്ചറ റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ നടപ്പുവഴി ഇല്ലാതായതോടെ വൃദ്ധ പെരുവഴിയിൽ. രാജാക്കണ്ടം കുപ്പക്കല്ല് മാമൂട്ടിൽ ഏലിയാമ്മ ജോസഫാണ് സ്വന്തം വീട്ടിലേക്ക് പോകാനാകാതെ വാടക വീട്ടിലും ബന്ധുക്കളുടെ ഭവനങ്ങളിലുമായി കഴിയുന്നത്. വിധവയും രോഗിയുമായ ഏലിയാമ്മ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വന്നിരുന്ന നടപ്പുവഴിയാണ് കെട്ടിയടച്ചത്. 2022 റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡാണിത്. ഇവിടുത്തെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് നടപ്പുവഴി ഇല്ലാതായത്. 60 വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്നതാണ്. സ്ഥലം വഴി തരാമെന്ന് പറഞ്ഞ് വഴി വന്നപ്പം വന്നു. അവർ പിന്നെ വഴി വേണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പം വഴി ചെയ്ത് തന്നോളാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം വഴിയൊന്നും ചെയ്തു തന്നില്ല. കുറേ വർഷമായിട്ട് എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വഴി പണിത് കിട്ടിയില്ല. നിർമ്മാണ വേളയിൽ പുതിയ നടപ്പുവഴി നിർമ്മിച്ചു നൽകാമെന്ന് വാർഡ് മെമ്പർ ഉറപ്പ് നൽകിയിരുന്നതായി ഏലിയാമ്മ പറയുന്നു. എന്നാൽ നടപടിയുണ്ടാകാതെ വന്നതോടെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ പരാതിയെ തുടർന്ന് റീബിൽഡ് കേരളയുടെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും വഴി നിർമ്മിച്ചു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ ബന്ധപ്പെട്ടപ്പോൾ വണ്ടൻമേട് പഞ്ചായത്തിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഫണ്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വാദം. 2 വർഷമായിട്ട് ഈ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ യാതൊരു പദ്ധതികളും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഈ ചെല്ലുന്നിടത്തുനിന്നെല്ലാം കുറേ അധികം ആൾക്കാർ സംസാരിക്കാറുള്ളത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അവരാണ് ചെയ്യേണ്ടത്, റീബിൽഡ് പദ്ധതിയിൽ പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സുരേഷ് മാനങ്കരി സഹിതം അവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ആയതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഒരു ഭാരിച്ച എമൗണ്ട് വരുന്നതുകൊണ്ട് പഞ്ചായത്തിന് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുകയും ചെയ്ത് ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. വീടും 50 സെന്റ് സ്ഥലവും സ്വന്തമായി ഉണ്ടെങ്കിലും ഇവിടേക്ക് പ്രവേശിക്കാൻ മാർഗമില്ല. പാലത്തിന്റെ അടിവശത്തുകൂടി ഒഴുകുന്ന തോടിന് കുറുകെ നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ താൽക്കാലിക തടിപ്പാലത്തിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് വീട്ടിലെത്തുന്നത്. ഇതിനിടെ ചിലർ വീട്ടിലേക്ക് കയറുന്ന നടപ്പാത മുള്ളുവേലി ഉപയോഗിച്ച് കെട്ടിയടച്ചതായും ഏലിയാമ്മ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഏലിയാമ്മ ജോസഫ്, ഷാജി തത്തമ്പള്ളിൽ, ജിനു BM, ഗ്രേസി സാബു എന്നിവർ പങ്കെടുത്തു.